വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ച തുടങ്ങാനിരിക്കെ ഗാസ മേഖലയെക്കുറിച്ച് ട്രംപ് നടത്തിയ വിവാദ പരാമർശത്തിന് സമാനമായ പ്രതികരണം ഒരു വർഷം മുൻപ് ട്രംപിന്റെ മരുമകൻ നടത്തിയിരുന്നു. ഗാസ റിസോർട്ട് ബിസിനസിന് പറ്റിയ സ്ഥലമെന്ന് ട്രംപിന്റെ മരുമകനും മകൾ ഇവാങ്കയുടെ പങ്കാളിയുമായ ജേറഡ് കുഷ്നർ പറഞ്ഞത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഹാർവാർഡിലെ ഒരു ചടങ്ങിലായിരുന്നു. ജേറഡ് കുഷ്നറുടെ ഈ പ്രതികരണം. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിന് ദ്വിരാഷ്ട്രമാണ് പരിഹാരമെന്നതായിരുന്നു പ്രഖ്യാപിത അമേരിക്കൻ നിലപാട്. എന്നാൽ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ നടന്ന വാർത്താ സമ്മേളനത്തിലെ പരാമർശം. ഗാസ മുനമ്പിൽ നിന്ന് പലസ്തീനികളെ ശാശ്വതമായി ഒഴിപ്പിച്ച് മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഗാസയെക്കുറിച്ച് മുൻപും ട്രംപ് ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ശരിയായി പുനർനിർമ്മാണം നടത്തിയാൽ മോണോക്കോയേക്കാൾ മികച്ച ഇടമാക്കി ഗാസയെ മാറ്റാമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഒരു റേഡിയോ അഭിമുഖത്തിലായിരുന്നു ഈ പ്രതികരണം. എന്നാൽ ഗാസയെക്കുറിച്ച് 2024 ഫെബ്രുവരിയിൽ ഇപ്പോൾ ട്രംപ് നടത്തിയതിന്റെ സമാന പ്രതികരണം മകൾ ഇവാങ്ക ട്രംപിന്റെ പങ്കാളി ജെറഡ് കുഷ്നർ നടത്തിയിരുന്നു. ഗാസയിലെ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി വളരെ വിലപ്പെട്ടതാകുമെന്നും ഇതിനോട് ചേർന്ന് ഒരു ഉപജീവന ശൃംഖല കെട്ടിപ്പടുക്കാനാകുമെന്നും ജെറഡ് പറഞ്ഞത് ഹാർവാർഡിൽ നടന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു. അറബ് ഇസ്രായേൽ സംഘർഷം ഇസ്രായേലികളും പലസ്തീനുകളും തമ്മിലുള്ള റിയൽ എസ്റ്റേറ്റ് തർക്കമാണെന്നാണ് ജെറഡ് നടത്തിയ വിമർശനം. ഇതേ ആശയം തന്നെയാണിപ്പോൾ ട്രംപ് മുന്നോട്ട് വെക്കുന്നതും. അതേസമയം ട്രംപിന്റെ ഗാസ നിലപാടിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ വിമർശനമുണ്ട്. US കോൺഗ്രസിലെ നേരിയ ഭൂരിപക്ഷവും ഭാവിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം. നിലവിലെ സാഹചര്യം വഷളാക്കരുതെന്നും ഗാസയിലെ വംശീയ ഉന്മൂലനം ഒഴിവാക്കണമെന്നും UN മേധാവി ആന്റോണിയോ ഗുട്ടറസും പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.